ഹലോ, വൺ UI 7 ആൻഡ്രോയിഡ് 15 ബേസിൽ വരുന്ന അപ്ഡേറ്റ് ആണ്. സാംസങ് യൂസേഴ്സിനായിരിക്കും ഇത് മെയിനായിട്ട് ഉപകാരപ്പെടും. എന്നാലും എല്ലാ ആൻഡ്രോയിഡ് ഫാൻസും ഇത് കണ്ടിരിക്കുക. കാരണം ആൻഡ്രോയിഡ് 15 ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഈ വൺ UI 7 വരുന്നത്. ഇപ്പോൾ വൺ UI 7 പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് റീഡിസൈൻഡ് ആയിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് റീഡിസൈൻഡ് ആയിട്ടുള്ളൊരു UI ആയിരിക്കും. അതായത് സാംസങ് യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു വിഷയ അപ്ഡേറ്റ് ആയിരിക്കും. പുതിയ നോട്ടിഫിക്കേഷൻ പാനൽ, പിന്നെ സാംസങ്ങിൻ്റെ സ്വന്തം ഡൈനാമിക് ഐലൻഡ്, പിന്നെ റീഡിസൈൻ ചെയ്തിട്ടുള്ള പുതിയ ഐക്കൺ, പിന്നെ ഇക്കോസിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റ്സും ഈ ഒരു UI വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ പാനലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ iOS 18 ആയിട്ടുള്ളൊരു ചായ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു UI ഇൻസ്പയർ ആയിട്ടുള്ളത് iOS 18 മാത്രമല്ല. ColorOS ഇൻസ്പയർ ആയിട്ട് വന്നിട്ടുണ്ട്, HyperOS ഇൻസ്പയർ ആയിട്ട് വരുന്നുണ്ട്, OxygenOS ഇൻസ്പയർ ആയിട്ട് കുറേ ഫീച്ചേഴ്സും ഈ ഒരു UI വരുന്നുണ്ട്. അപ്പം എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ കൺട്രോൾ പാനൽ ജസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മെയിൻ ആക്കിയിട്ടുള്ളത്. അത് മെയിനായിട്ടും iOS 18 ഇൻസ്പയർഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നോട്ടിഫിക്കേഷൻ പാനൽ ആ ഒരു കൺട്രോൾ ആ ഒരു ഐക്കൺസ് ഒക്കെ നമുക്ക് വൺ UI 6 പോലെ തോന്നുമെങ്കിലും ആ ഒരു വോളിയം ബട്ടണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ HyperOSൻ്റേതായിട്ടുള്ള പരിപാടികൾ നമുക്കതിനകത്ത് കാണാം. പിന്നെ മെയിനായിട്ടും ഐക്കൺസിലേക്ക് വരുമ്പോൾ ഐക്കൺസ് OxygenOS അല്ലെങ്കിൽ ColorOS നിങ്ങൾ കാണുന്ന സെയിം ടൈപ്പ് ഐക്കൺസും നമുക്ക് സാംസങ്ങിൻ്റെ ഒരു വൺ UI 7 കാണാം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വൺ UI 7 ഒരു അടിപൊളി റീഡിസൈൻഡ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അതായത് വൺ UI 4 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 തൊട്ടാണ് മെയിനായിട്ടും കുറേ ചേഞ്ചസ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ 4 മുതൽ 6 വരെ അത്യാവശ്യം നല്ല ചേഞ്ചസും അവിടെ ഇവിടെ. അതായത് ഇപ്പം വൺ UI 4 നമുക്കിപ്പം എന്താ പറയുക, ഓവറോളായിട്ട് ആ ഒരു മെറ്റീരിയൽ യു എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി, അതായത് നമ്മുടെ വാൾപേപ്പറിന് അനുസരിച്ചിട്ടുള്ള കളറിങ് പരിപാടിയൊക്കെയാണ് ആ ഒരു UIയിൽ മെയിനായിട്ട് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് വൺ UI 5 ഇറങ്ങിയപ്പോൾ നോട്ടിഫിക്കേഷൻ പാനലിലും പിന്നെ ആ ഒരു ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ചെറുതായിട്ടൊന്ന് കൊണ്ടുവന്നു. പിന്നെ ആ ഒരു വൺ UI 6 വന്നപ്പോൾ വീണ്ടും ചെറിയ നോട്ടിഫിക്കേഷൻ പാനലും അതുപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റ്സ് വന്നപ്പോൾ അത് അടിപൊളിയായി. ഇപ്പോൾ വൺ UI 7 ബീറ്റ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ബീറ്റ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മിക്ക S സീരീസ് അല്ലെങ്കിൽ ഫോൾഡ് സീരീസ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു ബീറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള A സീരീസും F സീരീസും M സീരീസും ഒക്കെ അവിടെ ഇരിക്കുക. ചില M സീരീസിലോ അല്ലെങ്കിൽ ചില F സീരീസിലോ നമുക്കിതിൻ്റെ ബീറ്റ പ്രതീക്ഷിക്കാം. A സീരീസിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ സാംസങ് യൂസ് ചെയ്യുന്നവരിലും ഒരു ഭൂരിഭാഗം പേരും M സീരീസും A സീരീസും യൂസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പം A സീരീസിന് മെയിനായിട്ടും പൊക്കി പിടിക്കുന്ന കുറച്ച് പേരുണ്ട്. അതുപോലെ തന്നെ A സീരീസ് ടൈപ്പാണ്, F സീരീസ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അത് പറയാനുള്ള കാരണം ഞാൻ A55 വലിയ രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നു. അവിടെ ചിലർ എന്താ പറയുക സാംസങ് മോശമെന്ന് പറയുന്നുണ്ട്, ചിലർ എന്താ പറയുക സാംസങ് നല്ലതെന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസാണ് വരാം. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല ആ ഒരു A55. അതിനും താഴേക്കുള്ള A സീരീസിലെ ഫോൺസൊക്കെ ടോപ്പ് ഫോൺസ് ആയിരുന്നു. പക്ഷേ ഈ വരും തോറും എന്താ പറയുക വെറുതെ പ്രൈസ് കൂട്ടി വെച്ചിട്ട് അധികം ഫീച്ചേഴ്സൊന്നും ഈ A സീരീസിലും വരുന്നില്ല. അപ്പോൾ വൺ UI 7 നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ S സീരീസും അതുപോലെ തന്നെ ചില MO അല്ലെങ്കിൽ F സീരീസിലുള്ള ഡിവൈസസിന് ബീറ്റ കിട്ടുന്നതായിരിക്കും. പിന്നെ ഫോൾഡ് സീരീസിലെ ചില ഡിവൈസസിന് നമുക്ക് അപ്ഡേറ്റ് കിട്ടും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാം. ഞാൻ എപ്പോഴും അതായത് ഏത് UI അപ്ഡേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ബീറ്റ അപ്ഡേറ്റ്സിലൊക്കെ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ചിന്തിക്കാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ആ ഒരു എന്താ UIനെ പറ്റിയും അതുപോലെ തന്നെ കാശ് കുറേ ഉണ്ട്. ഫോൺ പോയാലും അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബീറ്റ അപ്ഡേറ്റ് എലിമിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ പേഴ്സണൽ ഡാറ്റാസ് ഒന്നും വലിയ രീതിയിൽ എനിക്കൊരു വിഷയമല്ല. അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കെങ്കിൽ ധൈര്യമായിട്ട് ബീറ്റ അപ്ഡേറ്റ് ചെയ്യാം, ഉള്ള ഫോണിൻ്റെ പെർഫോമൻസ് കളയാം, കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബീറ്റ അപ്ഡേറ്റ്സ് ഒഴിവാക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആകെ ഒരു ഫോൺ ഇതായിരിക്കും, ഒരു S സീരീസ് എടുത്തെന്ന് വിചാരിക്കാം. അതായിരിക്കും നിങ്ങൾ ഇത്ര നാളെ യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ ഒരു വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനത്തെ പുതിയൊരു ഫീച്ചേഴ്സൊക്കെ വരുന്നതെന്നൊക്കെ കേട്ടിട്ട് ആദ്യം ചെന്ന് ഈ ഒരു ബീറ്റ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു ഫീച്ചേഴ്സൊക്കെ അവിടെ യൂസ് ചെയ്യാം, പക്ഷേ ഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വൻ വിഷയമായിരിക്കും ആ ഒരു ഫോൺ യൂസ് ചെയ്യാൻ, അലമ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്റ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ധൈര്യമായിട്ട് ബീറ്റ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ആസ്വദിക്കാം. അല്ലെങ്കിൽ സ്റ്റേബിൾ അപ്ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പം ഈ ഒരു വൺ UI 7 ബീറ്റ ഒഴിച്ച് സ്റ്റേബിൾ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്ന ഡിവൈസസിൻ്റെ എലിജിബിൾ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് ഡീറ്റെയിൽഡ് ലിങ്ക്, അല്ലെങ്കിൽ ഞാനിവിടെ ഇട്ടേക്കാം, പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വരാൻ പോകുന്ന വൺ UIയുടെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനമായി. നമുക്ക് നല്ലൊരു പെർഫോമൻസും നല്ലൊരു യൂസർ എക്സ്പീരിയൻസും തരുമെന്നും നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഈ ഒരു വൺ UI 7 മേജർ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുള്ളത് ഇപ്പം മൊത്തം റൗണ്ട്, അതായത് നേരത്തെ ഒരു ബോക്സി സെറ്റപ്പ്, അതായത് ഇപ്പം നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ റൗണ്ട് റെക്ടാങ്കിളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് ഏകദേശം നമ്മൾ ഡൈനാമിക് ഐലൻഡിലൊക്കെ കാണുന്ന ടൈപ്പ് ആ ഒരു റൗണ്ട്
മൊത്തം റൗണ്ട് കോണേഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ സെറ്റപ്പുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അതോടൊപ്പം സാംസങ്ങിൻ്റേതായിട്ടുള്ള ഒരു ഡൈനാമിക് ഐഡൻറ്റി സെറ്റപ്പും ഈ വരുന്ന അപ്ഡേറ്റ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ ഇരിക്കും, ടൈമറൊക്കെ ഓൺ ചെയ്യുമ്പോൾ അതുപോലെ സൈഡിൽ വന്ന് ആ ടൈമറിൻ്റെ സെറ്റപ്പ് കാണിക്കും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആപ്സിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ അനുസരിച്ചുള്ള സെറ്റിങ്സൊക്കെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ പാനലിൽ കാണാൻ പറ്റും. അതോടൊപ്പം ഫുള്ളി റീഡിസൈൻഡ് ആയിട്ടുള്ള ഐക്കൺസ് ആണ്. ഇപ്പോൾ ബാറ്ററി ഐക്കൺസ്, അതുപോലെ നമ്മുടെ ആ ഒരു സിമ്മിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യങ്ങളും പിന്നെ ബ്ലൂടൂത്ത്, അങ്ങനത്തെ സകല ഐക്കൺസിൻ്റെയും റീഡിസൈൻ വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ലീക്സിൽ നിങ്ങൾക്ക് ആ ഒരു ബാറ്ററി ഐക്കണൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൊത്തം റൗണ്ട് ഷേപ്പിലായിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ചേഞ്ചസൊക്കെ ഏർലി സ്റ്റേജസിലുള്ള ചേഞ്ചസ് ആണ്. ഇത് എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ്സിൽ മാറാതിരിക്കാം. സാംസങ്ങിൻ്റെ ഓരോ രീതികളായിരിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ഫൈനൽ അപ്ഡേറ്റ് വരുമെന്ന് ചോദിച്ചാൽ വരില്ല. കാരണം ഈ ബീറ്റ എന്തായാലും കുറച്ച് പേർക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഡെവലപ്പേഴ്സ്, ക്രിയേറ്റേഴ്സ്, കുറച്ച് ടീംസ് ഇങ്ങനെ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു യൂസർ റിവ്യൂസ് ഒക്കെ എടുത്തിട്ട് അതിനനുസരിച്ചായിരിക്കും ചേഞ്ചസും കാര്യങ്ങളൊക്കെ സാംസങ് വരുത്തുക. എന്ന് പറഞ്ഞുകൊണ്ട് യൂസേഴ്സ് പറയുന്ന എല്ലാ ചേഞ്ചസും ഒന്നും എടുക്കില്ല. അവർക്ക് നല്ലതെന്ന് തോന്നിയ 2-3 യൂസർ റിവ്യൂ എടുക്കും, അതിന് ചേഞ്ചസ് വരുത്തും. ബാക്കിയൊക്കെ അവരുടേതായിട്ടുള്ള ആ ഒരു ബിസിനസ് ലോജിക്ക് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെയാണ് ആ ഒരു അപ്ഡേറ്റിൽ വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ OneUI 7 ബീറ്റ ഈ 29-ാം തീയതി വരും. S സീരീസും A സീരീസൊക്കെ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫോൾഡ് സീരീസൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ബീറ്റിൽ നിന്ന് ഒഴിവാവുക. കാരണം ഈ ഒരു അപ്ഡേറ്റ് വരുന്ന അന്ന് തൊട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസ് എന്തായാലും വരും. ഓക്കെ, അത് കണ്ടിട്ട് നിങ്ങൾക്ക് സമാധാനപ്പെടാം. കാരണം ക്രിയേറ്റേഴ്സിൻ്റെ അറിയാം, നിങ്ങൾക്കറിയാമല്ലോ, റിവ്യൂസൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ അതിൽ അപ്ഡേറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അത് വീഡിയോ ഷൂട്ട് ചെയ്യുക. ഒന്ന് സാംസങ്ങുകാർക്കൊരു പ്രൊമോഷനാവും, അതുപോലെ തന്നെ ആ ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് ഒരു സമാധാനമാവും, അതുപോലെ തന്നെ ഇത് കാണുന്ന യൂസേഴ്സിനൊരു ആശ്വാസവും. ഓക്കെ, അപ്പം എന്തായാലും അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യുക, ബീറ്റേഴ്സ് ഒഴിവാക്കുക. അപ്പോൾ ഒന്ന് ലാസ്റ്റായിട്ട് കൊണ്ട് പറയുകയാണെങ്കിൽ OneUI 7 ഒരു ബെസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും. അതായത് റീഡിസൈൻ എന്ന് പറഞ്ഞാൽ വിഷയം റീഡിസൈൻ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ഗുഡ് ലുക്ക് എന്ന് പറഞ്ഞൊരു സാംസങ്ങിൻ്റെ ആപ്പ് ഉണ്ട്. ആ ആപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സകല കാര്യങ്ങളും കസ്റ്റമൈസും ചെയ്യാൻ പറ്റും. OneUI 7 ഓക്കെ ആയി, പക്ഷേ ആൻഡ്രോയിഡ് 15 കാര്യത്തിലാണ് ഇതൊരു വിഷയം. കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കണ്ടു നോക്കാം. ഒന്നുമില്ല ആൻഡ്രോയിഡ് 15 പേരിൽ ആൻഡ്രോയിഡ് 15 നടക്കുക, ബാക്കെൻഡിൽ കുറച്ച് സംഭവം കൊടുക്കുക, സാറ്റലൈറ്റ് മെസ്സേജിങ്ങും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ആ ഒരു ആൻഡ്രോയിഡ് 15 ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനത്തെ കമ്പനീസൊക്കെ കൈ നിട്ട് ചെയ്താലേ ഉള്ളൂ അവർക്കും മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ OneUI 7 ഇവിടെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്, സാംസങ് ഇവിടെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. തന്നെ പുതിയ സാംസങ് യൂസേഴ്സിനും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള സാംസങ് യൂസേഴ്സിനും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.